ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്തതായിട്ട് പോയത് മുരുടേശ്വര ക്ഷേത്രമാണ്. കർണാടകയിലെ തീരദേശ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അറബിക്കടലിൻ്റെ കരയിൽ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യമുള്ളൊരു പ്രശസ്ത ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശിവപ്രതിമയുള്ള ഒരമ്പലമാണ്. ഏകദേശം 123 അടി 37 മീറ്റർ ഉയരമുള്ളതാണ്. അതുപോലെ തന്നെ കടലിനെ നേരിട്ട് നോക്കിയിരിക്കുന്ന ശിവൻ്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 249 അടി ഉയരമാണ് ഇവിടുത്തെ രാജഗോപുരത്തിനുള്ളത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗോപുരങ്ങളിൽ ഒന്നാണ്. ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിൽ കയറി കടൽ കാഴ്ചകൾ കാണാം. അറബിക്കടലിലെ കാഴ്ചകളാണ് കൂടുതലും കാണാനുള്ളത്. ക്ഷേത്രം കടലിലേക്ക് നീളുന്ന ഭൂഖണ്ഡത്തിലാണുള്ളത്. സൺറൈസ് ആൻഡ് സൺസെറ്റ് വളരെ സുപരിചിതമായി കാണാൻ കഴിയും. മുരുടേശ്വര ക്ഷേത്ര ദർശന സമയം എന്ന് പറയുന്നത് പുലർച്ചെ 3 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ക്ഷേത്ര ദർശനത്തിനായി തുറന്നിരിക്കുന്നത്. അതിനാൽ ഭക്തർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ദർശനം നടത്താം. ഫുള്ള് കടല കേട്ടോ, ഫുള്ള് കടല. ഇവിടെ അമ്പലം മണ്ടയ്ക്കോട്ട്. ഐതിഹ്യം എന്ന് പറയുന്നത് ലങ്കയിലെ അസുര രാജാവായ രാവണൻ്റെ കഥയാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ രാവണൻ ശിവൻ്റെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചു എന്ന് പറയുന്നു. രാവണൻ്റെ ഭക്തിയിൽ ആകർഷനായ ശിവൻ രാവണന് മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും യുദ്ധത്തിൽ അജയനാകുന്ന ഒരു ദിവ്യലിംഗം ആത്മലിംഗമായി നൽകി. അമരത്വം നേടാനായി രാവണൻ പരമശിവനെ ഭജിച്ച് ആത്മലിംഗം കൈക്കലാക്കി. എന്നാൽ ഈ ലിംഗം നിലത്ത് വെക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അത് അവിടെ ഉറച്ചു പോകുമെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാവണൻ ആത്മലിംഗം ദുരുപയോഗം ചെയ്യുമെന്ന് സാധ്യതയുണ്ടെന്ന് ഭയന്ന ദേവന്മാർ അവനെ കബളിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. രാവണൻ ലങ്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗണപതി ഒരു ബാലരൂപത്തിലെത്തി രാവണനിൽ നിന്നും ലിംഗം ഏറ്റുവാങ്ങി. താൻ ആ ലിംഗം പിടിച്ചുകൊള്ളാമെന്നും തനിക്ക് ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ വിളിക്കാമെന്നും രാവണനോട് പറഞ്ഞു. രാവണൻ ലിംഗം ബാലനെ, അതായത് ഗണപതിയെ ഏൽപ്പിച്ച് സന്ധ്യാവന്ദനത്തിന് പോയി. ഗണപതി ലിംഗം നിലത്തു വെച്ചു. രാവണൻ തിരികെ വന്ന് ലിംഗം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ദേഷ്യം വന്ന രാവണൻ ലിംഗത്തിൻ്റെ കവചം എറിഞ്ഞു കളഞ്ഞു. ഈ കവചം വീണ സ്ഥലമാണ് മുരുടേശ്വരം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ അത് നമ്മുടെ ശിവഭഗവാൻ തന്നെയാണ്. പിന്നെ നമ്മൾ ആദ്യമേ കയറി ചെല്ലുമ്പോൾ 2 ആനകൾ ഫ്രണ്ടിലിരിപ്പുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും 2 ആനകളുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പുറത്തും പിന്നെ അകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ അല്ലാതൊന്നും ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫോൺ ഉപയോഗിക്കാൻ പറ്റിയിടത്തൊക്കെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി പൊക്കോണ്ടിരിക്കുവാണ്. കുറച്ച് പോകാം. അവിടെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറബിക്കടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മരം മാത്രമേ അവിടെ നിൽക്കുള്ളൂ. പുറത്ത് നോക്കി നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. പിന്നെ നമ്മളിങ്ങനെ സ്ലോപ്പ് പോലാണ്. സ്ലോപ്പ് കയറി നമ്മൾ നേരെ അമ്പലത്തിന് അകത്തോട്ട് പോകുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ അകത്തോട്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ എഴുതി വെച്ചേപ്പോണ്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് കയറാൻ പോവാണ്. ഇതിനകത്ത് നമ്മൾ ഫോണും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് അകം. ഇവിടെ നോക്കിയാൽ കണ്ട കടൽ കാണാൻ പറ്റും. ഇങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. നന്നായിട്ട് അവിടെ നിന്ന് കണ്ട മരം താണ്ട് ഇവിടെ നിൽപ്പുണ്ട്. തൊഴുതിറങ്ങിയിട്ടുണ്ട് ഗായ്സ്. അടിപൊളിയാ. ഒരു ലഡുവിന് 40 രൂപ. ഇങ്ങനെ ക്യൂ നിന്നാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ആ സമയത്ത് ലഡു വാങ്ങിക്കാം. ഇങ്ങനെ അകത്തോട്ടൊന്നും ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പുറത്ത് മാത്രം ഫോൺ ഉപയോഗിക്കാം. അങ്ങനെ നന്ദി ഇതുകൊണ്ട് അവിടെ നന്ദി ഇരിപ്പുണ്ട്. കാണാൻ പറ്റത്തില്ല. ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. പകരം അകത്ത് തന്നെയുള്ളൊരു ചുറ്റുമുള്ളൊരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആരൊക്കെയോ എനിക്കറിയത്തില്ല, അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ ആരൊക്കെയോ മറ്റേ തപസ്സിരിക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ഇങ്ങനെ സർപ്പമൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ അവിടെ നമ്മൾ അകത്ത് കയറി നോക്കുമ്പോൾ ചെറുതായിട്ട് മാത്രമേ ആ ഒരു ശിവൻ്റെ ആ ഒരു പ്രതിമ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ, ഈ ഒരു ഫുള്ള് കണ്ടോ ഇവിടെ ശിവൻ ഇരിക്കുന്നത്. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പകുതി മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, പണിഞ്ഞുകൊണ്ടിരിക്കുക. അത് അവസാനം ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ കുറേ ദേവന്മാരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനെല്ലാം
ഒന്ന് വിശദീകരിച്ചിട്ട് എല്ലാം ഒന്ന് ഓവറോൾ ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ മെയിനായിട്ട് ശിവഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർവതീദേവിയുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്. ഇത്രയും എല്ലാവരും അവരെയൊക്കെ പുറത്ത് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. വേണ്ട എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് ഇരിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ശിവൻ്റെ ആ ഒരു വിഗ്രഹം. അകത്ത് വന്നപ്പം അകത്ത് ഇരിക്കാനൊരു സ്ഥലം കിട്ടിയോടെ നമുക്ക്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണെങ്കിൽ ഫുൾ ഇത്രയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും മൊത്തമൊന്നും കാണാൻ പറ്റില്ല, കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേട്ടനും ആൾക്കാരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അവിടെ ഫോൺ ഉപയോഗിക്കുന്നിട്ടും അവിടെ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനും വീഡിയോ എടുത്തു കേട്ടോ. ഉണ്ടാകേണ്ട ഒരു കൊച്ചാണ് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഞാൻ വിഗ്രഹവും അങ്ങനെ കാണുന്നുണ്ടോ വീഡിയോയിൽ? ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മെയിൻ പ്രതിമയാണ് കേട്ടോ. എടുക്കാം ഒരു വരട്ടെ. ഇല്ല രണ്ടെണ്ണം ഉണ്ട് 10 രൂപ. പിന്നെ ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതുവഴി ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന സ്ലോപ്പ് കണ്ടോ, അവിടെ സിറ്റിംഗ് പ്ലേസ് ഉണ്ട് കുറച്ചിങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ വലിയ ശിവലിംഗത്തിൻ്റെ ശിവലിംഗമല്ല ശിവൻ്റെ പ്രതിമ കാണാൻ വേണ്ടി പോകാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതുവഴി പോകുന്ന ആ ഒരു വഴി ഗേറ്റൊക്കെ വെച്ചേ പോകുന്നുണ്ട്, അവിടെ പൂട്ടി, പോലീസുകാരൊന്ന് പൂട്ടി. അതുകൊണ്ട് ഞങ്ങൾക്കിനി ലിഫ്റ്റ് വഴി കാണാനേ മുകളിൽ പോകാൻ പറ്റില്ല. അല്ലാതെ അപ്പുറം വഴി പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരമായിരിക്കും, ഭയങ്കര വെയിലായതുകൊണ്ട് അങ്ങനെ കാണാൻ പോയില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ലിഫ്റ്റ് വഴി പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങുമ്പോഴും ഫ്രണ്ടിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. നമ്മൾ അതുവഴി തന്നെ കയറിയാണ് പോകുന്നത്. വീഡിയോയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല, ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. മുതിർന്നവർക്കാണെങ്കിൽ 30 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 10 രൂപയായിരുന്നു. പിന്നെ എന്താണ് അവിടെ പോയി എന്നുള്ള കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറി. ഇതാണ്ട് അവന്മാരുണ്ടോ, നമ്മുടെ കൂടെയുള്ള അവന്മാർ നമ്മളെ കണ്ടില്ല, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമോ. കുറേ കഴിഞ്ഞപ്പോഴും നിങ്ങളുണ്ടായിരുന്നു എന്ന് തന്നെ അവന്മാർ കാണുന്നത് കേട്ടോ. അവിടുന്ന് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി പോയിക്കുമ്പോഴത്തേക്ക് 4 ജനാലകൾ കാണും. അതുവഴിയാണ് ഇനി കാഴ്ചകൾ കാണാനുള്ളത്. അങ്ങനെ അമ്മ ഈ കാല് വേങ്കിലും വലിഞ്ഞു പിടിച്ച് കയറും കേട്ടോ, അത് കാണാൻ വേണ്ടി കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ ഞാൻ പുച്ഛിച്ചല്ല കേട്ടോ ഗൈസ്, പറഞ്ഞതാ. അമ്മയുടെ ആ ഒരു വിൽ പവർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങളുടെ അമ്മയാണ് എൻ്റെ ധൈര്യം. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ജനാലയിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. കുറച്ച് തീരപ്രദേശം കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ തീരം കാണാൻ കഴിയുന്നില്ല കേട്ടോ, പ്രദേശമാണ് കാണാൻ കഴിയുന്നത്. പിന്നെന്താ, ഞങ്ങളുടെ അമ്മ നോക്കി എന്ത് ദൂരെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മ നേരത്തെ വന്നതാണെന്നൊക്കെ. ഞാൻ നേരത്തെ വന്നേ, പക്ഷേ കുഞ്ഞാണ്, എനിക്കത് ഓർമ്മയൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അമ്മ വന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതുവഴി അങ്ങോട്ട് പോയാൽ ഗോവയിൽ ചെല്ലാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം. ഇതിപ്പോൾ കണ്ടിരിക്കുന്ന നമ്മൾ 2ാമത്തെ ജനൽ വഴി നോക്കിയ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കടൽ കുറച്ചുകൂടെ അകത്തോട്ട് കാണാൻ പറ്റും. ആദ്യം നമുക്ക് കുറച്ച് ആ ഒരു പ്രദേശം, അതായത് നമ്മുടെ ആ ഡാലിൻ്റെ ഫ്രണ്ട് വശമല്ലേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ 3ാമത്തെ ജനലാണ് കാണുന്നത്. അതായത് കടൽ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഭാഗമാണ് കാണാൻ കഴിയുന്നത്. 4 ജനലിൽ കൂടെയും 4 കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇത് 3ാമത്തെ ജനലിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയാണ് നമ്മൾ മെയിൻ ജനാല കാണാൻ പോകുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ ഒരു വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. സൂപ്പറാണ്. ഇവിടെ നിന്ന് സമയം പോകുന്ന അറിയത്തില്ല. അതുപോലെ ഭയങ്കര കാറ്റാണ്. ഇപ്പം ഞാൻ ഈ വോയിസ് മ്യൂട്ടാക്കിയായിരുന്നെങ്കിൽ നല്ല കാറ്റിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ജനലിൻ്റെ മുന്നാണ് കൂടുതലും തിരക്ക് വരുന്നത്. അപ്പുറത്തെ ജനലൊക്കെ അധികം ആൾക്കാരൊന്നും വരത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ അടിപൊളിയാണ്.
അതുപോലെ തന്നെ ഇവിടെ രഥമുണ്ട്. രഥമാണോ തേരാണെന്ന് അറിയത്തില്ല. ആ സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോയിൽ കാണാൻ കഴിയുന്നതായിരിക്കും, കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഒരു സൂര്യൻ്റെ രഥമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കും മേ ബി ഞാൻ പറഞ്ഞ ആ സംഭവം വീണത്. എന്താണെന്ന് വെച്ചാൽ ആത്മലിംഗം എന്ന് പറയുന്നത്. എന്താണ് ആത്മലിംഗം എന്ന് വെച്ചാൽ ഒരിക്കലും തോൽക്കാൻ കഴിയാത്തവൻ, അതായത് എപ്പോഴും വിജയിച്ച് നിൽക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആത്മലിംഗം ഇവിടാണ് വീഴുന്നത്. അത് എവിടെയാണോ വീഴുന്നത്, അല്ല ശിവൻ പറയുന്നുണ്ട് അത് ഒരിക്കലും മണ്ണിൽ കുത്തരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കുത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് വൈബൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും. ഭയങ്കര ശക്തിയും മനോഹരമായൊരു സ്ഥലമായി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിവിടെ തന്നെ ആവാൻ കഴിഞ്ഞത് നന്നായി. കാരണം നമുക്ക് കാണാൻ പറ്റിയല്ലോ. ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും നമ്മളവിടെ പോയി കാണും, അത് വേറെ കാര്യം. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഞാനിപ്പോൾ പോയടത്തെല്ലാം ഉള്ള മെയിൻ പ്രശ്നമായിരുന്നു വെയിൽ എന്ന് പറയുന്നത്. പിന്നെ അവിടെ വീണ്ടും പണി നടക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ശിവൻ്റെ പ്രതിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വീണ്ടും എന്തൊക്കെയോ കെട്ടുന്നുണ്ട്, അങ്ങനെ ചുറ്റുപാട് കമ്പി വെച്ചേക്കുന്നത്. എന്താണെങ്കിൽ പുതിയത് പണിയുവാണോ ഇനി ഉള്ള പ്രതിമയെ സംരക്ഷിക്കുവാണോ എന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ നന്ദിയുണ്ട്, പിന്നെ വേറെന്തൊക്കെയൊക്കെ ഉണ്ട്, സൂര്യനുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടോട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. വൃന്ദാവനം പോലുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല, കാരണം ഒടുക്കത്തെ വെയിലായിരുന്നു. പിന്നെ ഇത് മുകളിൽ നിന്ന് കണ്ടപ്പോൾ നല്ല സൂപ്പറായിട്ട് തോന്നി. അടുത്ത് പോയൊന്നും കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയില്ല. പിന്നെ നേരെ നമ്മൾ ലിഫ്റ്റ് കയറി തിരിച്ച് പോകും കേട്ടോ താഴേക്ക്. താഴെ ഇപ്പോൾ വലിയ സംഭവം. ആ ചേച്ചി ഇവിടെ കൊണ്ടിട്ടാ ചെരുപ്പ്, ഞങ്ങളൊരു ചാനൽ എടുത്തുകൊണ്ട് പോയിരുന്നു. ഭാഗ്യത്തിനാ ഇവിടെ ഉണ്ടായിരുന്നു ചെരുപ്പ്. നോക്കട്ടെ ഇത് തന്നെയാണോ ആ ചെരുപ്പെന്ന്. ഞങ്ങൾ അവിടെ എല്ലാം കിടന്ന് ചെരുപ്പ് തപ്പു കേട്ടോ. ലാസ്റ്റ് കിട്ടി. ചേട്ടനൊക്കെ വന്ന് നോക്കി. ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് പോകുന്ന സ്ഥലമാണ്, പക്ഷേ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയില്ല, വെളിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇവിടെ ചെരുപ്പൊക്കെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കൊണ്ട് വെച്ചാൽ മതി, പക്ഷേ പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ചെരുപ്പ് വെളിയിട്ടിട്ട് പോയി. അപ്പോൾ അവിടെ ഒരു തൂത്തുവാരം ചേച്ചി എടുത്ത് വേറൊരു ബക്കറ്റിനകത്തിട്ട് വെച്ച്. അത് ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആ ബക്കറ്റ് ചെരുപ്പുള്ള കാര്യം ഞങ്ങൾ അറിയത്തില്ലായിരുന്നു. നല്ല എടുത്തുകൊണ്ട് പോയെന്നേ വിചാരിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെരുപ്പ് കിട്ടി കേട്ടോ. ആ ചുമന്ന ബക്കറ്റ് കിടക്കുന്നതാണ് ഞങ്ങളുടെ ചെരുപ്പ്. ഞങ്ങൾ ഇങ്ങൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു, ചെരുപ്പ് പോയെന്ന് വിചാരിച്ചേനെ. പിന്നെ ചേട്ടൻ വേറെ ചെരുപ്പൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പോയതാണ്. ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ എല്ലാവരും ചെരുപ്പ് കിട്ടി. ഞങ്ങളെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അമ്മ വിഷമിച്ചിരിക്കുമോ, ഈ വെയിലത്തൂടെ ഞാൻ ഈ ചെരുപ്പില്ലാതെ എങ്ങനെ നടക്കും, കാലൊക്കെ നല്ല പൊള്ളുക. ആ തറ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സിമെൻറ്റിൻ്റെ തറയത്ത് വെയിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും, നല്ല വേദനയായിരിക്കും കാലിൽ ചൂട് കാരണം. പിന്നെ എല്ലാവരും ചെരുപ്പ് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയ അമ്പലങ്ങളിലൊന്നും ചെരുപ്പ് കൊണ്ടുപോയില്ല. നമ്മുടെ എവിടെ ബസ്സിനകത്തിട്ടിട്ടാണ് പോയത്. പിന്നെ ചെരുപ്പ് ഇട്ട് സന്തോഷത്താണ് ചേച്ചി ഓടി പോവുകയാണ്. അതാണ് ചേട്ടനൊക്കെ അവർ നല്ല കാര്യം ചെയ്തു. അതിൽ എടുത്തുകൊണ്ട് പോകുന്നതിനെക്കാട്ടിൽ ഈ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടത് ചെരുപ്പ് ഉടനെ കിട്ടി. പറഞ്ഞു തന്നില്ലായിരുന്നു ഈ പോയേനെ ആരുടെ എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അമ്മമാരൊക്കെ ഉണ്ട്. ടാറ്റാ. ഇതായിരുന്നു മുരുടേശ്വരം. ചെരുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകും. അവിടെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. ഡ്രസ്സിനൊക്കെ നല്ല തീ പിടിച്ച വിലയാണ്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, ചോദിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ മൈൻഡില്ലാതെ തന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി. അതായത് കമ്മല, മാല, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത്രയും വില കുറവെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. ചില നെക്ലസിന് പോലും 20 രൂപയേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും കേട്ടോ. പക്ഷെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ നല്ല വില വരും കേട്ടോ. ഞാനിവിടെ ഒരാൾ ഡ്രസ്സൊക്കെ നോക്കുന്നു കേട്ടോ. വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളുടെ ചേട്ടൻ ഏതൊരു സാധനം നോക്കിയാലും അതങ്ങ് വാങ്ങിക്കും കേട്ടോ. പിന്നെ വാങ്ങിക്കാത്ത സാധനങ്ങൾ നോക്കാനേ പോകത്തില്ല. പക്ഷെ നമ്മളെങ്ങനെയാ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടുതലാണെന്ന് നമ്മൾ വാങ്ങിക്കത്തില്ലല്ലോ. പക്ഷേ ഈ പുള്ളിക്കാരൻ വില കൂടുതലാണെങ്കിലും വാങ്ങിക്കും കേട്ടോ. ആണ്ട് അടുത്ത് എൻ്റെ അനിയനാണ് ആ പോയത്. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെല്ലാവരും അവിടെ തന്നെ ഓരോ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. വിലക്കുറവ് നട്ടപ്പോൾ എല്ലാവരും ഇല്ല കാട്ടിനകത്ത് ആന കയറുന്ന പോലെ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഈ മാലയ്ക്കൊക്കെ വിലക്കുറവ് കേട്ടോ, 20 രൂപയ്ക്ക്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിനൊക്കെ 120, 150 അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ നല്ല വിലക്കുറവാണ്. എന്തേ പിന്നെ കാണിക്കണേ ഒന്ന്.
ഇനി വേറെ ഒന്നും വാങ്ങിച്ചില്ല? നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് പോവില്ല. അപ്പം എല്ലാം മൊത്തം പിന്നെ ഞങ്ങളുടെ അമ്മ കൊച്ചു പിള്ളേരെ കളിപ്പാട്ടം വരെ വാരി എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് കളിക്കാനല്ല കേട്ടോ, കൂടുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, ചേട്ടനും ചേച്ചിയുടെ ഒക്കെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ അമ്മയാണെങ്കിൽ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ കൂട്ടുകാരിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറേ ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ. കാരണം 6 സെറ്റ് ക്ലിപ്പിന് 20 രൂപ. സാധാരണ ഒരു ക്ലിപ്പിനാണ് 20 രൂപയൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. നല്ല വിലക്കുറവാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ്. ആ കാണിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിലക്കുറവായിരിക്കും. ഇപ്പോൾ 20 രൂപ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വാരിക്കോരി എടുക്കുമല്ലോ, അപ്പോൾ വില എല്ലാം കൂടെ ചേർന്ന് കൂടുമല്ലോ. അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇതേപോലത്തെ ഇത് പക്ഷെ ഇതിന് 50 രൂപയാണ്. ഓൾറെഡി 2 സാധനങ്ങൾ വാങ്ങിച്ചു, ഇനി എനിക്ക് 50 വാങ്ങിച്ചു തരത്തില്ല. ഇത് 50 രൂപയ്ക്ക് ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഇതും പിന്നെ ഇതും വാങ്ങിച്ചു. ജാനിക്ക് ഇങ്ങനെയുള്ള ക്ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എത്ര ജാനിക്ക് ക്ലിപ്പ് ആർക്കൊക്കെയാണ്? ഇത് കൺഫ്യൂഷൻ, ഇതെടുക്കണോ എന്ന് കൺഫ്യൂഷൻ. അതോ ഇതെടുക്കണോ മൊത്തം കൺഫ്യൂഷനായി നിൽക്കുമോ ഞാൻ. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതൊക്കെ എടുക്കും. ഇത്തിരി എടുക്കത്തില്ല അമ്മേ. അപ്പം ഏതെടുക്കണമെന്ന് വെക്കട്ടെ. അന്ന് അമ്മ എനിക്കും കൂടെ എടുക്കുക. ഞാൻ ഇതങ്ങ് വെക്കുക. കാണാൻ കൊള്ളാം, ഞാനിപ്പോൾ ഇടത്തില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഈ കമ്മൽ ഒതുക്കിയിട്ടുണ്ട്, സിമ്പിൾ കമ്മൽ. അടുത്തൊരു മാലയാണ് കാണിക്കാൻ പോകുന്നത്. ഈ മാല കണ്ടോ, ഈ മാല ഇതിന് എത്ര രൂപയാണെന്നറിയാവോ? കമ്മലും ഉണ്ട്. പൊടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിന് വെറും 20 രൂപയുള്ളൂ. വേണ്ട, എനിക്ക് അമ്മ വാങ്ങിച്ചതുണ്ട്, കുഴപ്പമില്ല. 100 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ അമ്മ എനിക്ക് ഈ മാല ഇഷ്ടപ്പെട്ടു, ഇത് വാങ്ങിച്ചു. അമ്മ ഇത് വാങ്ങിച്ചോ? ഈ മാല വാങ്ങിച്ചോ? കല്ലൊക്കെ നോക്കിയായിരുന്നോ? കല്ലിളകി പോകുന്ന ചിലപ്പം പറയാൻ പറ്റത്തില്ല. ഇത്രയും കുറഞ്ഞ പൈസക്ക് ഈ മാല, ഇത് അടിപൊളിയായിരിക്കും. മാല എടുത്തോ? മറ്റേ ഇതേപോലത്തെ പക്ഷെ കൊളുത്തൊക്കെ അൽപ്പൈസ, പക്ഷെ കൊള്ളം കേട്ടോ. നമ്മളിത് വല്ലപ്പോഴൊക്കെ ഇടുന്നതാണെങ്കിൽ ഇതെപ്പോഴും ഉപയോഗിക്കാം. എന്നാണ്ട് ഈ മാല എടുത്ത് എന്തേ നല്ല നോക്കിയെടുക്കട്ടെ. മാല എടുക്കും, ഒന്ന് മാറ്റാൻ അതാണ്ട് ഈ കമ്മലിന്റെ ബാക്കിൽ ആണിയുണ്ട്, പക്ഷെ ഈ മാലയുടെ ബാക്കിൽ ആണിയുണ്ട്. ഇതിനകത്ത് ആണിയുണ്ട്. ഇതുപോലെ വേണോ? വേണം. ഒന്ന് എടുത്തിയാ ഇതുപോലെ തന്നെ ഒന്ന്. ഇതേ നിറമുള്ള എടുത്തോ? ഇല്ല, ഇതേ നിറമുള്ള എടുക്കുക, മറ്റേതങ്ങ് മാറ്റി. എനിക്ക് ഈ മാല എടുത്തോ. ഈ മാലയ്ക്ക് വെറും 20 രൂപയുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടിപൊളി മാലയായത്. എന്താ സംഭവം? 20 രൂപ. ഇതാണ് ഞാൻ അവിടെ വാങ്ങിച്ചത്. ഇതിന് വെറും 20 രൂപയുള്ളൂ. പിന്നെ ഇതിന് 20. ഈ 2 ഞാൻ വാങ്ങിച്ചു. നല്ല റേറ്റ് ഭയങ്കര കുറവാണ്. അതായത് ചീപ്പ് റേറ്റ്. സാധനങ്ങൾക്കെല്ലാം നല്ല ചീപ്പ് റേറ്റാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നല്ല വിലയുള്ള മാലകളൊക്കെ കാണുമല്ലോ, അതിനൊക്കെ 20 രൂപയൊക്കെ ഇവിടെ ഉള്ളു. ഞങ്ങൾ എന്തായാലും ഇതാണ്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്. ഇതൊന്നും കൂടുതൽ ഞങ്ങൾക്കല്ല, മറ്റുള്ളവർക്കാണ് വാങ്ങിച്ചേക്കുന്നത്. ഇല്ലേ അമ്മേ? ഇവിടെ വന്ന് കിട്ടുമ്പോഴേ 20 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 5-6 ക്ലിപ്പൊക്കെ കിട്ടുക. ഒരു ക്ലിപ്പിനും 40-30 രൂപയുടെ ക്ലിപ്പ് നമ്മുടെ കരുനാഗപ്പള്ളിയില്ല. അതിന് ഇപ്പം ഒരെണ്ണത്തിന് 20 അല്ല, ഒരു പാക്കറ്റ് 6-5 ഉണ്ട്, 20 രൂപയേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന കടയിരിക്കുന്നു.
തലയിടുന്ന കൊച്ചു റബ്ബറൊക്കെ ഉണ്ടല്ലോ 50-60 രൂപയുള്ള അതിനൊക്കെ വെറും 20 രൂപ വെച്ചാൽ കമ്മൽ.